എല്ലാവരും പോർട്ട് ബാങ്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ബുക്കിൽ എഴുതി സൂക്ഷിക്കണം. ഫോൺ നഷ്ടപ്പെട്ടാൽ ഗൂഗിളിൽ പോയി പോർട്ട് ബാങ്ക് അടിച്ചു കൊടുത്ത് ലോഗിൻ എന്നുള്ളത് അടിച്ചു കൊടുക്കുമ്പോൾ ലിങ്ക് വരും. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തുറന്നു വരും. നമ്മൾ ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു പേജ് തുറന്നു വരും. എന്നിട്ട് നമ്മളൊരു ആപ്പ് പോലെ ഉപയോഗിക്കേണ്ടതിന് ഏറ്റവും മുകളിലുള്ള ഈ കണ്ടോ 3 കുത്തുണ്ടല്ലോ, ഈ 3 കുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ താഴോട്ട് നിങ്ങൾ വരുമ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആഡ് ടു ഹോം സ്ക്രീൻ അവിടെ ഒന്ന് ടച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യണം, ഒരു പ്രാവശ്യം കൂടെ ടച്ച് ചെയ്യണം. അപ്പോൾ ആപ്പ് പോലെ നിങ്ങൾക്ക് സാധാരണ ഏറ്റവും ഫ്രണ്ട് പേജിൽ വരും. എടുത്തു വെച്ച് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട, ആ ആപ്പിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. യൂസർ നെയിമും പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജ് തുറന്നു വരികയാണ്. ഞാനിവിടെ കാണിക്കുന്നത് ആപ്പ് പോലെ ഉപയോഗിക്കുന്നത് കാണിച്ചെന്ന്, ഇനി വിഡ്രോവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ എല്ലാ ദിവസവും റിട്ടേൺ വരുന്നത് നമ്മുടെ ട്രേഡിംഗ് വാലറ്റിൽ, വിർച്വൽ വാലറ്റിലല്ല, നേരെ മറിച്ച് ഹാഷ് ബാക്കിലാണ് നമുക്ക് വിഡ്രോവൽ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 100 രൂപയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ട്രേഡിംഗ് വാലറ്റിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച മാത്രമേ ഇപ്പോൾ വിഡ്രോവൽ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ഹാഷ് ബാക്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് 100 രൂപ മുതൽ വിഡ്രോവൽ ചെയ്യാം. 150 ആയാൽ പറ്റത്തില്ല, 100 കഴിഞ്ഞാൽ 200, 300, അങ്ങനെ ആ സംഖ്യ മാത്രമേ പോകത്തുള്ളൂ. സാലറിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ 2000 രൂപ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിഡ്രോവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ നടക്കുന്നത്. വിഡ്രോവൽ എന്നുള്ളിടത്ത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും തുറന്നു കൊടുക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം സെലക്ട് വാലറ്റ് എല്ലാ ദിവസവും വിഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. തിങ്കൾ 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും അടയ്ക്കാം. മിനിമം നിങ്ങൾ 10-12 മണിക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് വാലറ്റിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ സെലക്ട് വാലറ്റ് ഏതിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് വാലറ്റ് എന്നുള്ളത് ടച്ച് ചെയ്യണം. കണ്ടോ, ഹാഷ് ബാക്ക് നിങ്ങളിവിടെ ടച്ച് ചെയ്താൽ 4 രീതിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. കണ്ടോ, ഹാഷ് ബാക്ക്, വിർച്വൽ വാലറ്റ്, ട്രേഡിംഗ് വാലറ്റ് വഴി, എക്സിക്യൂട്ടീവ് വാലറ്റ് വഴി, സാലറി 2000 രൂപ, ബാക്കിയുള്ളതെല്ലാം 100 രൂപ 100 രൂപ 100 രൂപ വെച്ച് 3 വാലറ്റിലും ചെയ്യാം. ഒരു ഉദാഹരണം, എല്ലാവർക്കും ഹാഷ് ബാക്കിൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ വരുന്ന റിട്ടേൺ വരുന്നുണ്ട്, അതിൻ്റെ കണക്കുണ്ട്. അപ്പോൾ ഹാഷ് ബാക്ക് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യണം. എല്ലാം അതുപോലെയാണ്. കണ്ടോ, അപ്പോൾ ഇവിടെ എഴുതി കാണിക്കും. കണ്ടോ, നമുക്ക് അവൈലബിൾ വാലറ്റിൽ കിടക്കുന്ന ബാലൻസ് 187 രൂപ 47 പൈസയാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഹാഷ് ബാക്ക് വന്നിട്ടുള്ള എല്ലാവരും 100 രൂപയിൽ കൂടുതലായെങ്കിൽ 100 രൂപ വിഡ്രോവൽ കൊടുത്തതിന് ശേഷം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒന്നേ നമുക്ക് ഉപയോഗിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആ 2000-ൽ പ്ലസ് 100 രൂപയും കൂടെ കയറും. പിന്നെ പിറ്റേ ദിവസം മുതൽ ആ റിട്ടേണാണ് നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് വരുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് നമുക്ക് എന്ത് ചെയ്യാം? 100 രൂപയോ 200 രൂപയോ 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലൊക്കെ തുകയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു തുകയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ റിട്ടേണാണ് ദിവസവും കിട്ടുന്നത്. ദിവസവും നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് വലിയ തുക വിഡ്രോവൽ ചെയ്ത് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഹാഷ് ബാക്ക് വന്നിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? വിഡ്രോവൽ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ 100 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കും. 187 രൂപയാണല്ലോ, 100 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 100 രൂപയായാലും എത്ര രൂപയായാലും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും തുക ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ഫ്രം എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഓക്കെ, മനസ്സിലാവുന്നല്ലോ?
24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ ചെയ്തിട്ട് ക്രെഡിറ്റ് ആയില്ല എങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.